സ്പോർട്സിലെ ചില മാച്ചുകൾ നമ്മെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക്. IPL ക്രിക്കറ്റ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പരാജയത്തിന്റെ കഥകൾ മാത്രമേ ഈ ഒരു ടീമിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ. അതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ടീം. 2024 IPL തുടക്കത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ആദ്യത്തെ 8 മാച്ച് അവസാനിച്ചപ്പോൾ ഒരു മാച്ച് മാത്രം വിജയിച്ച് പട്ടികയിൽ 10ാം സ്ഥാനക്കാരായി നിൽക്കുമ്പോൾ ബാക്കിയുള്ള 6 മാച്ച് ആരാധകരെ അവർ പിടിച്ചു കുലുക്കി. പരാജയത്തിന്റെ പടവിൽ നിന്നും വിജയത്തിന്റെ പടവിലെത്തിയപ്പോൾ അവരുടെ കരുത്ത് പുറത്തു കാണിച്ചു. അതാണ് RCB, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെയും ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെയും നിർണായക മത്സരമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നത്. 2 ടീമിനും വിജയം അനിവാര്യമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 218 എന്ന മികച്ച സ്കോർ പടുത്തുയർത്തി. തിരിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ് മുൻനിര ബാറ്റസ്മാൻമാർ പരാജയപ്പെട്ടെങ്കിലും ജഡേജ പ്രതീക്ഷ നൽകി. ജഡേജ ധോണി പാർട്ണർഷിപ്പ് ചെന്നൈ സൂപ്പർ കിങ്ങിനെ വിജയത്തിലെത്തിക്കുമെന്ന ആരാധകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. അവസാന ഓവറിൽ 6 ബോളിൽ 17 റൺസ് എന്ന വിജയലക്ഷ്യം. ആദ്യം പന്ത് നേരിട്ടത് ധോണി. ഹുക്ക് ഷോട്ടിലൂടെ 6 പറത്തിയപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെ ആരാധകർ ഇളകി. പക്ഷേ പ്രതീക്ഷകൾ അടുത്ത ബോളിൽ അവസാനിക്കുകയും ചെയ്തു. വീണ്ടും 6 ശ്രമിച്ച ധോണിക്ക് പിഴവ് പറ്റി നേരെ RCB ഫീൽഡറുടെ കൈകളിൽ ഒതുങ്ങി. ജഡേജ ഗ്രീസിലുണ്ടായിട്ടും കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം 10 റൺസിന് തോറ്റ ചെന്നൈ സൂപ്പർ കിങ് പുറത്താവുകയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തോറ്റു വന്നവനെ വിജയത്തിൻ്റെ രുചി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കളിയാക്കുന്നവരുടെ മുമ്പിൽ കരുത്തോടെ RCB. 2024 IPL RCBക്ക് കിട്ടുമോ?